Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ്.കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളെ നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് ടെക്നിക്കലി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം ആ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടൊക്കെ നോക്കുമ്പോൾ ഒരു മൾട്ടി ബ്രേക്ക് ഔട്ട് നടന്ന് മേലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. നമ്മളിത് ഒരിക്കലും ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ഇത്ര ഇവിടുന്ന് മേടിച്ച് ഇത്ര ലെവലിൽ പോവും അങ്ങനെയൊന്നും നമ്മൾ പറയാറില്ല. നമ്മൾ ടെക്നിക്കലി ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടുകൾ നോക്കിയിട്ട് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റ് എങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഈ മൾട്ടി ബ്രേക്ക് ഔട്ട് നടക്കുന്ന സ്റ്റോക്കുകളിലൊക്കെ പൊതുവെ ഒരു മൂവ്മെൻറ്റ് വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്റ്റോക്ക് നമുക്ക് ചാർട്ടിലൊക്കെ പോയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് വീഡിയോസ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ മാത്രം കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഇങ്ങനെ വേണമെങ്കിൽ എടുത്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പേപ്പർ ട്രേഡൊക്കെ ചെയ്തിട്ട് ആ ഒരു സ്റ്റോക്കിൻ്റെ ഈ റേഞ്ചിൽ നിന്നൊക്കെ വാങ്ങി നമ്മളൊരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസൊക്കെ വെച്ചിട്ട് അങ്ങനെ എൻട്രി ചെയ്ത് എക്സിറ്റ് ചെയ്യുന്ന രീതിയിൽ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കുക. പുതുതായിട്ട് മാർക്കറ്റിൽ വരുന്ന ആളുകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. അതിന് ശേഷം വേണമെങ്കിൽ റിയൽ മണിയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. വളരെ ചെറിയൊരു എമൗണ്ടൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുവരയ്ക്കും ഞാൻ പറയുകയാണെങ്കിൽ ഒരു വർഷമല്ല, മിനിമം ഒരു 6 മാസമെങ്കിലും ഇങ്ങനെ പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് പഠിച്ച് നിങ്ങൾക്ക് സക്സസ് റേറ്റും അതുപോലെ റിസ്ക് റിവാർഡ് അതുപോലെ പൊസിഷൻ സൈസിങ് ഒക്കെ ഒന്ന് ക്ലിയറാക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ഏറ്റവും നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വന്നത് നമ്മൾ ക്യാഷൊക്കെ ഇട്ട് ട്രേഡ് ചെയ്ത് പൈസ പോകാണ്ട് നോക്കുന്നതാണ് ഇരിക്കുന്നത്. പഠിച്ച് ചെയ്യുന്ന നമുക്കൊരു ഇത് കിട്ടും. പഠിച്ചിട്ട് മാത്രം കാര്യമില്ല, കുറച്ച് നാൾ മാർക്കറ്റ് എന്നുള്ളൊരു എക്സ്പീരിയൻസ് വേണം. എന്നാലാണ് നമുക്ക് ഈ മാർക്കറ്റിൽ സർവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഏത് സമയത്തും എന്തും സംഭവിക്കാവുന്ന ഒരു ടൈപ്പ് മാർക്കറ്റ് ആയിരിക്കും അത്. അപ്പോൾ നമ്മളത് ആ ഒരു ഫീൽഡിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും നോളേജും അതുപോലെ നമ്മുടെ പൊസിഷൻസൊക്കെ എങ്ങനെ എക്സിറ്റ് ചെയ്യണം അതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. മെയിനായിട്ട് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉണ്ടാവണം എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലോട്ടൊന്ന് വരാം. നിഫ്റ്റി നമുക്കിതൊരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ചെറിയൊരു നെഗറ്റിവിറ്റി. അതുപോലെ സ്മോൾ ക്യാപ്പാണെങ്കിലും ചെറിയൊരു നെഗറ്റിവിറ്റി ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പാണ് പിന്നെയും ചെറുതായിട്ട് വലിയൊരു ഫോൾ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു 0.5% അടുത്തൊരു ഫോൾ വന്നത്. ബാക്കിയുള്ള ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ താഴത്തോട്ട് വന്നിട്ടില്ല. ഇപ്പോൾ നിഫ്റ്റിയുടെ ചാർട്ടോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വന്ന ഒരു കൺസോൾട്ടേഷനാണ് ഇപ്പോൾ നിഫ്റ്റി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഇന്നാണെങ്കിലും ഒരു കൺസോൾട്ടേഷനാണ്. നമ്മൾ പറഞ്ഞ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മുടെ ഈ നിഫ്റ്റി നിൽക്കുന്നത്. പക്ഷെ കണ്ടിട്ട് മേലോട്ടൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ ആ ബ്ലൂ ലൈൻ ബ്രേക്ക് ഔട്ട് നടന്ന് മേലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മാർക്കറ്റ് ഒരുപാട് നാളായിട്ട് ഈ സൈഡ് വേസ് ആയിട്ട് കളിക്കുകയാണ്. പിന്നെ ആ ഒരു നെഗറ്റിവിറ്റി ഓൾറെഡി മാർക്കറ്റിലുണ്ട്, പക്ഷെ അത് ഓൾറെഡി എഫക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വലിയൊരു ഫോളിങ് ഇപ്പോൾ എന്തായാലും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇനി പോവുകയാണെങ്കിൽ തന്നെ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലൂ ലൈൻ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ പിന്നെ നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈലോട്ടൊക്കെ പോകാനുള്ള വളരെ നല്ലൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ട് എടുത്താലും ഏകദേശം നമുക്ക് നിഫ്റ്റിയുടെ അതുപോലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ടിനടുത്ത് ഉള്ള ഒരു കൺസോൾട്ടേഷൻ പോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റിന് സ്മോൾ ക്യാപ്പ് കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഇരിക്കുകയാണ്. കാരണം ഈ റേഞ്ചിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നിട്ട് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടാനും സാധ്യത ഉണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇൻഡെക്സുകളൊക്കെ കുറച്ച് സ്ട്രെങ്ത് കാണുന്നുണ്ട്. സ്മോൾ ക്യാപ്പാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് നോക്കാം. സ്റ്റോക്കിൻ്റെ പേര് ഉജ്ജീവൻ സ്മാൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് എന്നാണ്. ഒരു 65 രൂപയാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ മോസ്റ്റിപ്പ് അതുപോലെ ഇന്നലെ പറഞ്ഞൊരു സ്റ്റോക്കാണ് SFL എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. ഈ 2 സ്റ്റോക്കുകളുടെ എൻട്രി ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളത് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡിൻ്റെ ചാർട്ടിലോട്ടൊന്ന് പോവാം. ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഡെയിലി ചാർട്ടാണ്. ഡെയിലി ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടില്ല. ഞാൻ നമുക്കിതിൻ്റെ ഒരു വീക്ക്ലി ചാർട്ട് എടുക്കാം. വീക്കിലി എടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു മൾട്ടി ബ്രേക്ക് ഔട്ട് കാണുന്ന ഒരു സാധ്യത ഉണ്ട്. കണ്ട, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് താഴത്തോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതായത് 2019 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 6 വർഷത്തോളം 6-7 വർഷത്തോളം ഈ ഒരു സ്റ്റോക്ക് ഒരു ബ്രേക്ക് ഔട്ടിന് അടുത്ത് നിൽക്കുക. ബ്രേക്ക് ഔട്ടിനല്ല, ഒരു മൾട്ടി ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഏകദേശം ഈ സ്റ്റോക്ക് ഏകദേശം ഈ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. ഈ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. പിന്നെ വീണ്ടും അതേ റേഞ്ചിൽ തന്നെ വീണ്ടും സെൽ ഓഫ് വന്നു, താഴത്തോട്ട് പോയി. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ചാർട്ട് ഒരു പാറ്റേൺ ബിൽഡപ്പ് ആവുന്നുണ്ട് ഈ റേഞ്ചിൽ. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു എൻട്രി ഒക്കെ വേണമെങ്കിൽ ഒരു 68 എബോവ് ഒക്കെ വേണമെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതായത് പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മൾട്ടി ബ്രേക്ക് ഔട്ട് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ ഒന്ന് വാച്ച് ചെയ്യുക. അത് നിങ്ങൾക്ക് അതിൻ്റെ എൻട്രിയും ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒന്നും ക്ലിയർ ആയിട്ട് അറിയുന്നില്ല ഉള്ളവർക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടാർഗറ്റ് സ്റ്റോപ്പ് ലോസൊക്കെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ട് ഇടാം.
അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. മൾട്ടിയർ ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാൾ സ്റ്റോക്ക് ആ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ട് നടക്കാൻ സാധിക്കാണ്ട് നിൽക്കുന്നൊരു സ്റ്റോക്കാണ്. പിന്നെ ആ മൾട്ടിയർ ബ്രേക്ക്ഔട്ടിന് അടുത്ത് നിൽക്കുന്നതാണ്, നടന്നിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് പറ്റുള്ളൂ. കാരണം ഈ ഒരു റേഞ്ച് നമുക്ക് വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു സെൽ ഓഫ് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ആ റേഞ്ച് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വീക്കിലി ക്യാൻഡിൽ ആണെങ്കിലും നല്ല കുഴപ്പമില്ലാത്ത ക്യാൻഡിലാണ്. അതുപോലെ കഴിഞ്ഞ 2 വീക്കിലെ വോളി ആണെങ്കിലും കയറി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ 68 എബോ നമുക്ക് എൻട്രി നോക്കാവുന്നതാണ്. ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിടുക. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിന് ഈ സ്റ്റോക്കിൻ്റെ എൻട്രി ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ജോയിൻ ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്